തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ CPM നേതാവ് വെട്ടിലാക്കുകയാണ് മുതിർന്ന നേതാവ് ജി സുധാകരൻ. നേതാക്കളുടെ പരിഹാസം സഹിച്ച് പാർട്ടിയിൽ തുടരാനില്ലെന്ന് വ്യക്തമാക്കിക്കൊണ്ട് അദ്ദേഹം ഇന്ന് ഫേസ്ബുക്ക് പോസ്റ്റിട്ടു. സുധാകരൻ ഒരു പരിഗണനയും അർഹിക്കുന്നില്ലെന്ന CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പരിഹാസവും പ്രകോപനത്തിന് കാരണമായിരിക്കുകയാണ്. ആദ്യം MV ഗോവിന്ദൻ എന്താണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് എന്ന് നമുക്കൊന്ന് കേട്ടുവരാം. അതൊന്നും പറയാൻ പറ്റില്ല. നിങ്ങളെങ്ങനെയാ അത് പറഞ്ഞതിൻ്റെ കാര്യം? നിങ്ങളെ നോക്കിക്കോ. എത്രയുള്ളൂ സുരേഷ് ഗോപിനൊന്നും ആലോചിക്കുന്നില്ല. ഒരു പരിഗണനയില്ല. ഇന്ന് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കൃത്യമായി തന്നെ CPM സംസ്ഥാന സെക്രട്ടറിയുടെ ഈ ചിരിയെക്കുറിച്ച് വരെ പറയുന്നുണ്ട്. അതൊരു പരിഹാസം ധ്വനിപ്പിക്കുന്നതാണെന്ന് തന്നെയാണ് ജി സുധാകരൻ പറയുന്നത്. അത് അദ്ദേഹത്തെ വല്ലാതെ വിഷമിപ്പിച്ചിട്ടുമുണ്ട്. ഏതായാലും ആലപ്പുഴ ജില്ലാ സെക്രട്ടറി R നാസറിനെതിരെയും ജി സുധാകരൻ തുറന്നടിക്കുന്നതാണ് നമ്മൾ കണ്ടത്. ജില്ലാ സെക്രട്ടറി കഴിഞ്ഞ 5 വർഷമായി ഒരു പൊതുപരിപാടിക്കും വിളിച്ചിട്ടില്ലെന്ന് ജി സുധാകരൻ കുറ്റപ്പെടുത്തുന്നു. റിപ്പോർട്ടർ രാവിലെ തന്നെ ഈ വാർത്ത പുറത്തുവിട്ടതാണ്. മെമ്പർഷിപ്പ് പുതുക്കുന്നില്ല എന്ന് ജി സുധാകരൻ തീരുമാനിച്ചതായുള്ള വാർത്ത റിപ്പോർട്ടറാണിന്ന് പുറത്തുവിട്ടത്. ഇതിന് പിന്നാലെയാണ് അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ റിപ്പോർട്ടിന്റെ വാർത്ത സ്ഥിരീകരിക്കുകയും ചെയ്തത്. എന്നാൽ CPM നേതാക്കൾ ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ തയ്യാറായില്ല. CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഉണ്ടായിരുന്നു. എല്ലാ നേതാക്കളോടും നമ്മൾ പ്രതികരണം തേടിയതാണ്. മന്ത്രി സജി ചെറിയാൻ, ജില്ലയിലെ പ്രധാനപ്പെട്ട മന്ത്രിയായ സജി ചെറിയാന്റെ പ്രതികരണം ഒന്ന് കേൾക്കാം. ഇതെല്ലാം കൂടിയാലോചിച്ചാലേ പറയാൻ പറ്റൂ. ഒറ്റയ്ക്കല്ലല്ലോ ഇത്തരം കാര്യങ്ങൾ അഭിപ്രായം പറയാൻ. ഞാനത് കണ്ടില്ല. നിങ്ങൾ പറഞ്ഞു കേട്ട അഭിപ്രായം പറയാൻ പറ്റും. അല്ലെ, ഞാൻ കേട്ടില്ലല്ലോ, ഞാൻ കണ്ടില്ല. ഞാനിപ്പോ കമ്മിറ്റി കഴിഞ്ഞ് ഇറങ്ങിയല്ലേ ഉള്ളൂ. വിവരം തിരക്കിട്ടെന്താ സാങ്കേതിക അത് ആ പാർട്ടിക്കകത്ത് പിന്നെ അങ്ങനെ പുതുക്കുന്നില്ല എന്നുള്ള അഭിപ്രായം അദ്ദേഹം പറഞ്ഞ് എനിക്കറിയില്ല. നിങ്ങളല്ലേ എനിക്ക് അയച്ചതാണ്. എനിക്ക് നിങ്ങളൊന്ന് അയച്ചതാ. ഞാൻ കണ്ടില്ല, എനിക്കൊന്ന് അയച്ചതാ. ഒന്നും ഇപ്പൊ പറയും. അത് മറുപടി. ശരി, ഇത് ഉച്ചയ്ക്ക് ഏതാണ്ട് 1:30 CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം കഴിഞ്ഞ് പുറത്തു വരുമ്പോൾ സജി ചെറിയാനോട് ചോദിച്ചാണ്. അപ്പോൾ അദ്ദേഹം ഈ പോസ്റ്റ് കണ്ടിട്ടില്ല. ഇപ്പോൾ തീർച്ചയായും ആ പോസ്റ്റ് കണ്ടിട്ടുണ്ടാകും. എന്തായാലും പ്രതികരണം നേതാക്കളുടേതായി ഇനി നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. മനീഷ് മഹിവാലും സജോ ദേവസ്യയും റഹീസ് റഷീദും ചേരുന്നുണ്ട്. ആദ്യം നമുക്ക് മനീഷ് മഹിവാലിലേക്ക് പോകാം. മനീഷ്, ജി സുധാകരന്റെ അതൃപ്തി അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതുമല്ല. പലപ്പോഴായി പൊട്ടിത്തെറികൾ ഉണ്ടാകാറുണ്ട്. സുധാകരൻ പാർട്ടിയിൽ നിന്ന് പുറത്തു പോകുമെന്ന് തോന്നിപ്പിക്കാറുണ്ട്, പിന്നീട് അനുനയിപ്പിക്കാറുണ്ട്. വീണ്ടും ഇപ്പോഴിതാ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥി നിർണയം അതിന്റെ അന്തിമഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോഴാണ് വീണ്ടും ഒരു പൊട്ടിത്തെറിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. അത് MV ഗോവിന്ദന്റെ ഒരു മറുപടി, മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിനുള്ള ഒരു മറുപടി, പരിഹാസ രൂപേണയുള്ള ആ ചിരി, അതൊക്കെ തന്നെയും വലിയ അതൃപ്തി ഉണ്ടാക്കുന്നു മുതിർന്ന നേതാവിന്. ഇന്ന് രാവിലെയാണ് മനീഷ് ഈ മെമ്പർഷിപ്പ് പുതുക്കിയിട്ടില്ല സുധാകരൻ, അത് ചില സൂചനയാണെന്ന് റിപ്പോർട്ട് ചെയ്തത്. അതിന് പിന്നാലെ അദ്ദേഹം തന്നെ ഫേസ്ബുക്ക് പോസ്റ്റിട്ട് ഇപ്പോൾ അക്കാര്യം സ്ഥിരീകരിക്കുകയാണ്. എന്താണ് സുധാകരന്റെ നീക്കം? ഇടഞ്ഞുകൊണ്ട് പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് എന്നതാണോ? വിനീത, ജി സുധാകരൻ 7 തവണ നിയമസഭയിൽ മത്സരിച്ചിട്ടുണ്ട്. അതിൽ 3 തവണ പരാജയപ്പെട്ടു, 4 തവണ ജയിച്ചു, 2 തവണ മന്ത്രിയായി. ഇത്തവണ ജി സുധാകരനെ മത്സരിക്കണമെന്ന ആവശ്യം ജനറൽ സെക്രട്ടറി MA ബേബിയെ നേരിട്ട് കണ്ട് തന്നെ ജി സുധാകരൻ അറിയിച്ചതാണ്. 7-ാം തീയതി വരെ കാത്തിരിക്കുമെന്ന് MA ബേബി അറിയിച്ചതുമാണ്. എന്നാൽ തിരുവനന്തപുരത്ത് വെച്ച് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പ്രതികരണമാണ്. അതായത് സീറ്റ് കിട്ടിയതുമില്ല, എന്നാൽ പൊതുമധ്യത്തിൽ മാധ്യമപ്രവർത്തകരുടെ ഇടയിൽ വെച്ച് കളിയാക്കിയും പരിഹസിച്ചും ജി സുധാകരനെ അപമാനിച്ചുള്ളതാണ്. അതായത് സീറ്റ് ലഭിക്കാതെയും തനിക്ക് പരിഹാസം ലഭിച്ചതും ജി സുധാകരനെ വലിയ രീതിയിൽ ചൊടിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജി സുധാകരൻ മുന്നോട്ട് വെക്കുന്ന, ഇപ്പോൾ പാർട്ടി നേതൃത്വത്തോട് മുന്നോട്ട് വെക്കുന്ന ആവശ്യം സീറ്റാണ്. അദ്ദേഹത്തിന് മത്സരിക്കണം, അവസാന ഒരു കുറി കൂടെ മത്സരിക്കേണ്ട ആവശ്യമുണ്ട്. അതിനെ പരിഹസിക്കേണ്ട ആവശ്യം MV ഗോവിന്ദനില്ല. അത് തന്റെ ആവശ്യവും താൻ പാർലമെന്ററി രംഗത്ത് വിജയിച്ച പാരമ്പര്യം നേരത്തെ തന്നെ തെളിയിച്ചതുമാണ്. സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് സ്വയം ഒഴിഞ്ഞ ആളാണ് ജി സുധാകരൻ അടക്കമുള്ള വാദങ്ങൾ അദ്ദേഹം നിരത്തുന്നുണ്ട്. പക്ഷേ മറു ക്യാമ്പിൽ, അതായത് നിലവിൽ CPM സംശയിക്കുന്നത് എന്തുകൊണ്ടാണ് ജി സുധാകരൻ പാർട്ടിയുമായിട്ടുള്ള 63 വർഷക്കാലത്തെ ബന്ധം അവസാനിപ്പിക്കുന്നതിന് പിന്നിന്റെ രാഷ്ട്രീയം എന്താണ് അതിന്റെ വ്യാഖ്യാനം എന്ന രീതിയിൽ CPM നേതാക്കൾക്കിടയിൽ സംസാരമുണ്ട്. 2 തവണ KC വേണുഗോപാലുമായി ഇതിനോടകം തന്നെ ചർച്ച നടത്തിയെന്ന് പാർട്ടി നേതൃത്വത്തിന് ഇതിനോടകം തന്നെ ജില്ലാ ഘടകം റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സുധാകരന്റെ നീക്കത്തെ സംശയത്തോടുകൂടി കാണുന്നത്. എന്നാൽ ജി സുധാകരനെ ചൊടിപ്പിക്കുന്ന രീതിയിൽ ഇനി പ്രതികരണങ്ങളൊന്നും പാടില്ല. ഇന്ന് ജില്ലാ സെക്രട്ടറി R നാസറിന്റെയും ഒപ്പം തന്നെ അമ്പലപ്പുഴയിൽ നേരത്തെ ജി സുധാകരനുമായി വലിയ രീതിയിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്ന ജില്ലാ സെക്രട്ടറി H സലാമിന്റെയും
പ്രതികരണം തേടിയിരുന്നു. പക്ഷേ ഇരുവരും പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. MA ബേബി തന്നെ അദ്ദേഹത്തെ നേരിട്ട് വിളിച്ച് ഫോണിൽ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട് എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. പക്ഷേ നിരന്തരമായി അദ്ദേഹത്തെ ഈ പാർട്ടി മെമ്പർഷിപ്പ് പുതുക്കുന്നതിനെ സംബന്ധിച്ച് ഇന്നലെയും മിനിഞ്ഞാന്നുമൊക്കെ ജില്ലാ സെക്രട്ടറി R. നാസർ വിളിച്ചു. അതായത് 1.5 മാസങ്ങൾക്ക് മുൻപായിരുന്നു അദ്ദേഹത്തിന്റെ ബ്രാഞ്ചിന്റെ യോഗമുണ്ടായിരുന്നു. ആ യോഗത്തിലാണ് സൂക്ഷ്മ പരിശോധന. ആ സൂക്ഷ്മ പരിശോധനയിലാണ് അദ്ദേഹം മെമ്പർഷിപ്പ് പുതുക്കേണ്ടത്. പക്ഷേ പിന്നെ ലോക്കൽ ഘടകം വന്നു. പിന്നീട് ഏരിയ സ്ക്രൂട്ടിനിയിലും ജില്ലാ സ്ക്രൂട്ടിനിയിലും പുതുക്കാത്തപ്പോഴാണ് അദ്ദേഹത്തിനെ ബ്രാഞ്ച് സെക്രട്ടറി നേരിട്ട് കാണാനെത്തിയത്. എന്തായാലും സുധാകരന്റെ നീക്കം എന്താണെന്ന് CPM വളരെ ഗൗരവത്തോടുകൂടി നിരീക്ഷിക്കുകയാണ്. അദ്ദേഹത്തെ അനുനയിപ്പിക്കാനുള്ള എല്ലാ വഴികളും CPM ഈ അവസാന നിമിഷത്തിൽ പരിശോധിക്കും. കാരണം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കാൻ ഇനി ഏതാനും മണിക്കൂറുകളേ ഉള്ളൂ. ജില്ലയിൽ 9 നിയമസഭാ മണ്ഡലങ്ങളിൽ 6 സീറ്റുകളിലാണ് CPM മത്സരിക്കുന്നത്. അതിൽ നിലവിൽ അരൂർ ഒഴികെയുള്ള 5 സീറ്റുകളിലും സ്ഥാനാർത്ഥി ചിത്രം തെളിഞ്ഞു. അവിടെ സുധാകരന് സീറ്റില്ല. ചെങ്ങന്നൂരിൽ സജി ചെറിയാൻ, മാവേലിക്കരയിൽ MS അരുൺകുമാർ, കായംകുളത്ത് U. പ്രതിഭ, അമ്പലപ്പുഴയിൽ H. സലാം, ആലപ്പുഴയിൽ PP ചിത്രഞ്ജൻ അടക്കമുള്ള ചിത്രം തെളിഞ്ഞപ്പോൾ സുധാകരന് സീറ്റുമില്ല. ഒപ്പം പരിഹാസം. ഇതാണ് സുധാകരനെ ചൊടിപ്പിച്ചതും. എന്താണെങ്കിലും CPM നേതാക്കളുടെയും സുധാകരന്റെ നീക്കമാണ് അടുത്ത മണിക്കൂറുകൾ നോക്കിക്കാണേണ്ടത്. വിനീത, അപ്പോൾ ഇനി സുധാകരന്റെ നീക്കം എന്താണ്? പാർട്ടിയിൽ തുടരാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് അദ്ദേഹം പറയുമ്പോൾ ഇനി എന്താണ് നീക്കം എന്നറിയണം. CPMന്റെ സംസ്ഥാന സെക്രട്ടറിക്കും ആലപ്പുഴ ജില്ലാ സെക്രട്ടറിക്കുമെതിരെ തുറന്നടിക്കുമ്പോഴും അനുനയ നീക്കമുണ്ട് മറ്റൊരു ഭാഗത്ത്, കേന്ദ്ര നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് അറിയുന്നു. CPM ജനറൽ സെക്രട്ടറി MA ബേബി സുധാകരനെ നേരിട്ട് വിളിച്ച് ചർച്ച നടത്തി എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തുവരികയാണ്. എന്നാൽ നേതൃത്വത്തോടുള്ള അതിർത്തിയിൽ അയവില്ലെന്ന നിലപാടിലാണ് G. സുധാകരൻ. വിവാദങ്ങൾക്കിടെ പുന്നപ്രയിലെ വസതിയിൽ വിളിച്ചിരുന്ന വാർത്താ സമ്മേളനം അദ്ദേഹം റദ്ദാക്കിയിട്ടുണ്ട്. റഹീസ് റഷീദാണ് ചേരുന്നത്. റഹീസ്, ഏറ്റവും ഒടുവിലുണ്ടാകുന്ന ഈ പൊട്ടിത്തെറി അതിപ്പോൾ പാർട്ടിക്ക് പ്രതിസന്ധിയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കെ G. സുധാകരനെ പോലുള്ളൊരു മുതിർന്ന നേതാവ് പാർട്ടി വിട്ടാൽ അത് വലിയ ക്ഷീണമാകും. ഇപ്പോൾ പാർട്ടി കേന്ദ്ര നേതൃത്വം തന്നെ, പ്രത്യേകിച്ച് MA ബേബിയുമായി അദ്ദേഹം അടുപ്പമുള്ളയാളാണ്. തനിക്ക് മത്സരിക്കാൻ ആഗ്രഹമുണ്ടെന്ന് MA ബേബിയോട് പറഞ്ഞിട്ടുണ്ടെന്നാണ് അറിയുന്നത്. ഇപ്പോൾ ഏത് രീതിയിലാണ് അനുനയ നീക്കങ്ങൾ നടക്കുന്നത്? പക്ഷേ സുധാകരൻ അതിന് വഴങ്ങാൻ തയ്യാറാകുമോ എന്ന ചോദ്യം കൂടിയുണ്ടല്ലോ. വിനിത, നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ ജി സുധാകരനോട് സംസാരിച്ച് പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നതാണ് CPM മുന്നോട്ട് കാണുന്ന ഒരു ആശയം. അതനുസരിച്ച് ആലപ്പുഴ ജില്ലാ സെക്രട്ടറി R. നാസറിനോട് G. സുധാകരനുമായി സംസാരിക്കാനുള്ള നിർദ്ദേശവും സംസ്ഥാന നേതൃത്വം നൽകിയിരുന്നു. പക്ഷേ R. നാസറിന് G. സുധാകരനോട് സംസാരിക്കാനായില്ല എന്ന മറുപടിയാണ് നൽകിയത്. ഇതിന് പിന്നാലെയാണ് MA ബേബി G. സുധാകരനെ ഫോണിൽ വിളിച്ച് സംസാരിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അവർ തമ്മിൽ നല്ല അടുപ്പം പാർട്ടിക്കകത്ത് മുമ്പ് മുതൽ ഉള്ളതാണ്. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അത്തരം കടുത്ത തീരുമാനത്തിലേക്ക് പോകരുത്, പാർട്ടി മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പിന്നീട് പരിഹരിക്കാം എന്ന മറുപടിയാണ് നൽകിയത് എന്നാണ് മനസ്സിലാകുന്നത്. പക്ഷേ ഇതിന് ആ ഒരു കാര്യത്തിൽ അല്ലെങ്കിൽ 1-2 ഫോൺ സംഭാഷണം കൊണ്ട് തന്റെ പ്രശ്നം പരിഹരിക്കില്ല എന്ന വികാരമാണ് G. സുധാകരനുള്ളത് എന്ന് മനസ്സിലാക്കുന്നു. പാർട്ടിയുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കാനും മെമ്പർഷിപ്പ് പുതുക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലും അദ്ദേഹം ഉറച്ചു നിൽക്കുകയാണ്. പക്ഷേ CPMനെ സംബന്ധിച്ച് നാളെ ഒരു വാർത്താ സമ്മേളനം നടത്തുമെന്ന് അദ്ദേഹത്തിന്റെ ഭാര്യ അവിടെ വീട്ടിലേക്ക് പോയ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞിരുന്നു. അത് നടത്തില്ല എന്നൊരു ഉറപ്പ് സംസ്ഥാന നേതാക്കൾക്ക് നൽകിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. അതായത് പൂർണ്ണമായും വഴി ഒത്തുതീർപ്പിനുള്ള ചർച്ചയ്ക്കുള്ള വഴി അടഞ്ഞിട്ടില്ല എന്നാണ് CPM അതിനെ കാണുന്നത്. CPM കാണുന്ന ഒരു പ്രശ്നം, ഒന്ന്, പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിക്കെതിരെ ഗുരുതരമായ ആക്ഷേപം ഉന്നയിച്ച് പുറത്തേക്ക് പോകുന്നു. UDF ഈ അവസരം ഉപയോഗപ്പെടുത്തുമോ എന്നൊരു ആശങ്ക കൂടി LDFന് CPMന് ഉണ്ട്. അതാണ് കേവലം പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ ഒരു പരിഹാസ ചിരി മാത്രമല്ല, പുകഞ്ഞു നിൽക്കുന്ന പല കാര്യങ്ങളുമുണ്ട്. K. സുധാകരനെ അതൃപ്തിപ്പെടുത്തുന്ന അല്ലെങ്കിൽ ബുദ്ധിമുട്ടിക്കുന്ന പല കാര്യങ്ങളുമുണ്ട്. അത് അദ്ദേഹം നാളെ തുറന്നു പറഞ്ഞേക്കുമെന്നാണ് കരുതിയിരുന്നത്. പക്ഷേ ഇപ്പോഴില്ല, വാർത്താ സമ്മേളനം റദ്ദാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ അറിയുന്നത്. റഹീസ് റഷീദ് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. സജോ ദേവസ്വ കൂടി ചേരുന്നുണ്ട്. ടേം വ്യവസ്ഥ കർശനമായി നടപ്പിലാക്കിയതിനെ തുടർന്നാണ് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ G. സുധാകരന് സീറ്റ് നഷ്ടമായത്. രണ്ടാം പിണറായി മന്ത്രിസഭ അധികാരത്തിലെത്തിയത് മുതൽ പാർട്ടിക്കും സർക്കാരിനുമെതിരെ ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ നിരവധി വിമർശനങ്ങളാണ് G. സുധാകരൻ നടത്തിയത്. മുതിർന്ന നേതാവെന്ന പരിഗണന നൽകാതെ പാർട്ടി പരിപാടികളിൽ നിന്നും സർക്കാർ പരിപാടികളിൽ നിന്നും തഴഞ്ഞതിലും സുധാകരൻ അതൃപ്തി പരസ്യമാക്കിയിരുന്നു. ആലപ്പുഴയിൽ CPMൽ നിലനിൽക്കുന്ന കടുത്ത വിഭാഗീയത കൂടിയാണ് മറനീക്കി പുറത്തു വരുന്നത്, അല്ലേ സജോ? വിനീത, കഴിഞ്ഞ 6 പതിറ്റാണ്ടിലധികം കാലമായി സജീവ രാഷ്ട്രീയത്തിലുണ്ട് G. സുധാകരൻ. അദ്ദേഹം അതിലും ഏറെക്കാലം അദ്ദേഹം ആ സംഘടനയിൽ ആലപ്പുഴ ജില്ലയിലൊക്കെ CPM രാഷ്ട്രീയത്തിൽ പ്രസക്തനായിരുന്നു എന്ന കാര്യം നമുക്കറിയാം. പക്ഷേ കഴിഞ്ഞ തവണ തൊട്ട് അദ്ദേഹം പതിയെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിൽ
വെല്ലുവിളികൾ ഉണ്ടായി തുടങ്ങി എന്നത് നമ്മൾ കണ്ടതാണ്. പ്രത്യേകിച്ച് അദ്ദേഹം സംഘടനാ തലത്തിൽ പ്രത്യേകിച്ച് പദവികളൊന്നുമില്ലാത്ത രൂപത്തിലേക്ക് മാറുന്നത് കണ്ടു. സംസ്ഥാന സമിതി അംഗമായിരുന്ന ജി സുധാകരൻ പിന്നീട് അദ്ദേഹത്തിന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിലെ ബ്രാഞ്ച് ഘടകത്തിലേക്ക് മാത്രമായി ചേരുന്നു. പിന്നീട് അതിനുശേഷം അദ്ദേഹം പലതവണ അതൃപ്തി പ്രകടിപ്പിച്ചു. പുന്നപ്ര വയലാറിൽ മുതൽ അങ്ങോട്ടേക്ക് പലയിടങ്ങളിലും നടക്കുന്ന അനുസ്മരണ പരിപാടികൾ, പാലത്തിന്റെ ഉദ്ഘാടന ചടങ്ങുകൾ എന്നിവയിലൊക്കെ മിക്ക പരിപാടികളിലും അദ്ദേഹത്തെ ക്ഷണിച്ചിരുന്നില്ല എന്ന അതൃപ്തി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. പലപ്പോഴും അത് അദ്ദേഹം പ്രകടിപ്പിക്കുകയും വിമർശനമായി തന്നെ പുറത്തു വരികയും ചെയ്തു. പക്ഷേ ജില്ലയിലെ നേതൃത്വം അത് പലപ്പോഴും പരിഗണിച്ചില്ല. സമ്പൂർണ്ണമായി തന്നെ അപ്രസക്തനാക്കാൻ ശ്രമിച്ചു എന്ന വികാരം അദ്ദേഹത്തിനുണ്ടായിരുന്നു. പക്ഷേ ഒരു ഘട്ടത്തിൽ പോലും അണിനയത്തിന്റെ ഒരു ശബ്ദം പാർട്ടി നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായില്ല എന്നൊരു വികാരം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു. ജി സുധാകരനാകട്ടെ, എച്ച് സലാം ആകട്ടെ, ജില്ലാ സെക്രട്ടറി ആർ നാസർ ആവട്ടെ, ഇവരൊക്കെ തനിക്കെതിരായ പ്രവർത്തനങ്ങൾ നടത്തി എന്നൊരു വിമർശനം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹം പേരെടുത്തു പറഞ്ഞ് പരസ്യ വിമർശനം ഒന്നും നടത്തിയിട്ടില്ലെങ്കിലും അദ്ദേഹം തന്നെ പലപ്പോഴും പറഞ്ഞതാണ് തനിക്കെതിരായ സൈബർ ആക്രമണത്തിന് പലരും ജില്ല കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു. ആലപ്പുഴ രാഷ്ട്രീയത്തിൽ എപ്പോഴും പ്രസക്തനായിരുന്ന ജി സുധാകരൻ കഴിഞ്ഞ 5 വർഷമായി അങ്ങനെ ഒരു പ്രസക്തി അദ്ദേഹത്തിന് ഇല്ലാതാക്കാനുള്ള ബോധപൂർവവും ആസൂത്രിതവുമായ പരിശ്രമം നടന്നു എന്ന വികാരം അദ്ദേഹത്തിന് പലപ്പോഴും ഉണ്ടായിരുന്നു. അത് അദ്ദേഹം പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പലപ്പോഴും അത് പല രൂപത്തിൽ അദ്ദേഹത്തിന്റെ അതൃപ്തിയും വിമർശനങ്ങളും ഇത്തവണ തന്നെ അദ്ദേഹം ആ അതൃപ്തി പ്രകടമാക്കിയിട്ടുമുണ്ട്. സജോ ദേവസ്യ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു.